സ്റ്റഡി അറബിയിൽ എന്താണ് പറയുക? സ്റ്റുഡൻറ്റ് എന്താണ് പറയുക? പണ്ഡിതൻ, വിജ്ഞാനം. ഒരു പക്ഷേ അറബി ഭാഷയുടെ തുടക്കക്കാർക്ക്, ഈ ഭാഷ പഠിച്ചു വരുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് ഇന്ന് നിങ്ങളുമായി നടത്തുന്നത്. പണ്ഡിതൻ എന്നതിന് ആലിം എന്ന് പറയാം. അപ്പോൾ വിജ്ഞാനത്തിന് ഇൽമ് എന്ന് പറയും. അപ്പോൾ പിന്നെ ഇൽമ് അഥവാ വിജ്ഞാനം അഭ്യസിക്കുന്നവൻ എന്താണ് പറയുക എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഒരു കൺഫ്യൂഷൻ. അവിടെ ഒരു വിദ്യാർത്ഥിക്ക്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, എനിക്കിത്ര വിദ്യാർത്ഥികളുണ്ട് എന്ന് പറയാൻ രണ്ട് വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് താലിബ് എന്നാണ് പറയാം, ഒന്ന് താലിബ്. തുല്ലാബ് വിദ്യാർത്ഥികൾ എന്ന് പറയും, താലിബ് തുല്ലാബ് എന്ന് പറയും. അതിൻ്റെ തന്നെ വേറൊരു പേരുണ്ട് തിൽമീദ്. തിൽമീദ് അത് വിദ്യാർത്ഥി എന്നാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കും, പിന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും, മാലേഷ്യ അനറ്റിൽമീദക്ക്, ഞാൻ നിങ്ങളുടെ വിദ്യാർത്ഥിയാണ് എന്ന് പറയും. ഓക്കെ. ഇനി സ്റ്റഡി എന്നതിന് പറയുന്നത് ഇതൊന്നുമല്ല. സ്റ്റഡി എന്ന് പറയാൻ ദിറാസ എന്ന് പറയും, പാഠം, പഠിപ്പ് എന്നൊക്കെ പറയും, ദർസ് എന്ന് പറയും. അതുകൊണ്ടാണ് അവിടെ അധ്യാപകൻ എന്ന് പറയുന്നതിന് മുഅല്ലിം എന്നും പറയാം, മുദർരിസ് എന്നും പറയാം. മുദർരിസ്, മുഅല്ലിം എന്ന് പറയും. അപ്പോൾ ദിറാസ എന്നാണ്. എന്നാൽ വിദ്യാർത്ഥിക്ക് ഇതിലൊരു റോളില്ല, വിദ്യാർത്ഥിയെ ഇതിലൊന്നും പറയാറില്ല, മുത്തദർരിസ് എന്ന് പറയാറില്ല. അപ്പം അതേ സ്ഥാനത്ത് അവിടെ വിദ്യാർത്ഥിക്ക് താലിബ് എന്നോ തിൽമീദ് എന്നോ ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇൽമ് എന്ന വിജ്ഞാനം എന്ന പദത്തിൽ നിന്ന് വരുമ്പോൾ മുതഅല്ലിം എന്നും മുഅല്ലിം എന്ന് വരും. മുതഅല്ലിം എന്നാൽ വിദ്യാർത്ഥിയാണ്, വിദ്യ അഭ്യസിക്കുന്നവനാണ്. മുഅല്ലിം എന്നാൽ അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകന് രണ്ട് പേര്, നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ചുരുക്കം ഞാൻ പറയാം. അധ്യാപകൻ രണ്ട് പേര്, ഒന്ന് മുദർരിസ്, രണ്ട് മുഅല്ലിം. അപ്പോൾ നിങ്ങളൊരു ടീച്ചറാണ്, അന മുഅല്ലിം. ഞാനൊരു ടീച്ചറാണ്, അന മുദർരിസ്. അതിനി ഫെമിനിൻ വേർഡായിട്ട്, മുഅന്നസായിട്ട്, സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുമ്പോഴോ മുഅല്ലിമ മുദർരിസ എന്ന് പറയും. ഓക്കെ, മുഅല്ലിമ മുദർരിസ. അപ്പോൾ വിദ്യാർത്ഥിക്ക് രണ്ട് പേര്, താലിബ്, തിൽമീദ്. അത് ഫെമിനിൻ വേർഡായിട്ട് ഒരു വിദ്യാർത്ഥിനിയെക്കുറിച്ച് പറയുമ്പോഴോ തിൽമീദ, അതുപോലെ താലിബ എന്ന് പറയും. ഓക്കെ. ഇത് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കറക്റ്റ് തന്നെയല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ചില വാക്കുകളെ ഒരേ അളവിലാണ് പോകുന്നതെങ്കിലും അതിൻ്റെ ചില വ്യതിയാനങ്ങളെ മനസ്സിലാക്കാതെ വന്ന പെട്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് സ്കൂള് എന്നതിന് മദ്രസ എന്ന് പറയുന്നത്. ദർസ് എന്ന പഠനം അല്ലെങ്കിൽ പാഠം എന്നൊക്കെയാണ്. അപ്പോൾ പഠനം നടക്കുന്ന സ്ഥലത്തിനാണ് മദ്രസ എന്ന് പറയുന്നത്, മദ്രസ. ഓക്കെ, മദ്രസ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ പഠിച്ചു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, എപ്പോഴും ഒരു ഗുരുനാഥൻ ആവശ്യമാണ്. ഒന്നിരിക്കാൻ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ പഠിക്കാം. അതുമല്ലെങ്കിൽ അറബിക് യൂനി ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട്. ആ കോഴ്സിനെ പരിചയപ്പെടുത്താൻ കൂടിയല്ല ഞാൻ പറയുന്നത്. അത്തരം കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഗുരു മുഖത്ത് നിന്ന് പഠിച്ചാൽ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അറിവ് നേടുക. അറബികളെ പോലെ നിങ്ങൾക്കും ഇനി സംസാരിക്കാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു